കുംഭമേള താരം മൊണാലിസ വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ്. കാരണം ശൈശവ വിവാഹം നടത്തിക്കൊടുത്തതിന് ഇവിടത്തെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഇപ്പോൾ അകത്താകേണ്ടതാണ്. പക്ഷേ നിലവില് ഫർഹാൻ ഖാൻ എന്ന മൊണാലിസയുടെ ഭർത്താവിനെതിരെ മാത്രമാണ് പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നത്. 18 വയസ്സ് പോലും ആകാത്ത കുട്ടീനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വിവാഹം നടത്തിക്കൊടുത്ത മാതൃകയായിരിക്കുകയാണ്. എന്നിട്ടും അവർ അതിന് ചാർത്തി കൊടുത്ത പര്യവേഷം എന്ന് പറയുന്നത് ഇതാണ് ദ റിയൽ കേരള സ്റ്റോറി എന്നാണ്. പ്രായപൂർത്തിയാകാത്ത വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ എടുത്ത കേസിൽ പട്ടികവർഗ പീഡന നിയമം കൂടി ചുമത്തുകയാണ്. ഇക്കാര്യം വ്യക്തമാക്കി ST കമ്മീഷൻ നിയമോപദേശകൻ പ്രകാശ് ഉയിക്കയുടെ FB പോസ്റ്റ്. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് പ്രകാശ് പറയുന്നു. കേരളത്തിലെ CPM നേതാക്കളുടെ പങ്കും അന്വേഷിക്കണമെന്നാണ് ആവശ്യം. അതേസമയം ഈ വിവാഹം മുന്നിൽ നിന്ന് നടത്തി കൊടുത്ത CPM നേതാക്കൾ കേസിലും വിവാദത്തിലും പ്രതികരിക്കാതെ വിവാദം മൗനം തുടരുകയാണ്. ഒരു ആവേശത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണ് ആ മന്ത്രി V ശിവൻകുട്ടിയും MB ഗോവിന്ദനും ഒപ്പം A റഹീം എല്ലാം തന്നെ. ഇവിടെ മാതിരി കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ശൈശവ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് ഇവിടുത്തെ ഇത് ബേസ് ചെയ്തിട്ട് പുറമേയുള്ള ആൾക്കാർ ഇത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്തുകയും ചെയ്യുന്നത് എന്തൊരു നിലപാടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും ഇനി അടുത്തൊരു കേരള സ്റ്റോറി സിനിമ പാർട്ട് 3ക്ക് വേണ്ടിയിട്ടുള്ള വകുപ്പ് ഇവിടെ തന്നെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. എന്താണെന്നോ, മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമാണ് പ്രായം. അത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് കൂടിയാണ്. ആ 16 വയസ്സുള്ള പെൺകുട്ടീനെ 18 വയസ്സായി എന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ക്ഷേത്രത്തില് വിവാഹം നടത്തി കൊടുത്തിരിക്കുകയാണ് A റഹീമും ശിവൻകുട്ടിയും ഗോവിന്ദൻ മാഷും എല്ലാവരും ചേർന്ന്. അവരെല്ലാരും അത് ചാർത്തി കൊടുത്തിരിക്കുന്ന പേര് എന്ന് പറയുന്നത് റിയൽ കേരള സ്റ്റോറിയാണ്. പ്രായപൂർത്തിയായവർ ഒന്നിക്കട്ടെ എന്നാണ് അവരുടെ വാക്ക്. പ്രായപൂർത്തിയായവർക്ക് ഒന്നിക്കാം, പക്ഷെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് ഒന്നിക്കേണ്ട ആവശ്യമുണ്ടോ? ഷൂട്ടിങ്ങിന് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കൊണ്ടുവരിക, ഇവിടെ വിവാഹം നടത്തി കൊടുക്കുക, ഇതാണ് ഇവിടുത്തെ രീതി. അതിന് കൊട പിടിക്കുന്നതാണെങ്കിലോ നമ്മുടെ സംസ്ഥാന സർക്കാർ. ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിന്റെ ജോലി എന്ന് പറയുന്നത് തന്നെ വിവാഹം നടത്തി കൊടുക്കലാണോ? അല്ല, അറിയാൻ പാടില്ലാത്തോട് ചോദിക്കുകയാണ്. മലപ്പുറത്ത് സമാനമായ രീതിയിൽ ശൈശവ വിവാഹം നടത്തി കൊടുക്കാൻ പ്ലാൻ ഇട്ടു. അതായത് 14 വയസ്സുകാരിയുടെ വിവാഹ നിശ്ചയം നടത്തിയെന്ന് പറഞ്ഞ് ആ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തവരെയും അവരുടെ വീട്ടുകാരെ ഉൾപ്പെടെയുള്ളവരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അകത്താക്കിയതാണ്. ആ ഒരു കേസ് മറുഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു ശൈശവ വിവാഹ കേസ്, അതായത് മൊണാലിസയുടെ കേസിൽ ഭർത്താവ് ഫർഹാൻ ഖാൻ മാത്രമാണ് പ്രതിസ്ഥാനത്തുള്ളത്. എന്തിനാ അതിന് കാർമ്മികത്വം വഹിച്ച A റഹീമും ശിവൻകുട്ടിയും അതേപോലെ ഗോവിന്ദ മാഷും ഒന്നും പ്രതിസ്ഥാനത്ത് വരാത്തത്? എന്തുകൊണ്ടാണ് അവരെ പ്രതിയാക്കാത്തത്? കാരണം നമ്മൾ കണ്ട വാർത്തയാണ്. ആ വിവാഹം നടന്നപ്പോൾ മുതൽ വൈകുന്നേരം എക്സ്ക്ലൂസീവ് ആയിട്ട് വാർത്താ ചാനലുകൾ പുറത്തുവിട്ട വാർത്തയാണ്. മൊണാലിസ, കുംഭമേള താരം മൊണാലിസയുടെ വിവാഹം കഴിഞ്ഞു. വരൻ ഫർഹാൻ ഖാനാണ്. കേരളത്തിലാണ് നടത്തി കൊടുത്തത്. കേരളം അവരെ സ്വന്തം മക്കളായിട്ട് സ്വീകരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? അന്ന് തന്നെ ഉയർന്നു വന്നൊരു വിവാദമാണ് 18 വയസ്സായിട്ടില്ല ആ കുട്ടിക്ക് നടന്നത്. പക്ഷെ എന്നിട്ടും 18 വയസ്സായിട്ടില്ല എന്ന് ഉറക്കെ പറഞ്ഞിട്ടും 18 വയസ്സായി എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി വ്യാജ രേഖ തയ്യാറാക്കിക്കൊണ്ടാണ് വന്നത്. അതും ആ വ്യാജ രേഖയില് 1/1/2008 കറക്റ്റ് 18 വയസ്സ് പൂർത്തിയാണെന്ന് ഏതൊരു പൊട്ടനും മനസ്സിലാക്കുന്ന രീതിയിലാണ് ആ രേഖ തന്നെ കെട്ടിച്ചമച്ച് വന്നേക്കുന്നത്. ഇതൊക്കെ ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്? CPM സർക്കാർ ഒന്ന് ആലോചിക്കണം. കാരണം ഈ കുട്ടി മൊണാലിസ വന്നത് കുംഭമേളയിലൂടെയാണ്. ആ സമയത്ത് ഈ കുട്ടിക്ക് 15 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. 15 വയസ്സുള്ള കുട്ടിക്ക് ഓരോ വർഷം കഴിയുമ്പോൾ 1 വയസ്സല്ലേ കൂടുക? 2 വയസ്സ് ഒരുമിച്ച് കൂടുകയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ആരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? വൈറൽ താരം ആണ്, കല്യാണം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ പിടി മുറുക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ വ്യാജരേഖയെ ചമയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ കൂട്ടുനിന്നു. ഒന്ന് അന്വേഷിച്ചാൽ ശരിക്കും ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ശരിക്കും ഫർഹാൻ ഖാൻ മാത്രമല്ല, A റഹീം നിൽക്കണം, അതേപോലെ V ശിവൻകുട്ടി നിൽക്കണം, ഗോവിന്ദ മാഷ് നിൽക്കണം, വിവാഹം നടത്തി കൊടുത്ത അമ്പലത്തിലെ ആ കമ്മിറ്റിക്കാരൻ നിൽക്കണം, അതേപോലെ കാമ്യതം വെച്ച ആരൊക്കെയാണോ അവരെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കണം. നമുക്ക് ആദ്യമായിട്ട് V ശിവൻകുട്ടിയുടെ വാക്കുകളൊന്ന് കേട്ടു വരാം വീഡിയോയിലേക്ക്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഈ കല്യാണമാണ്. നമുക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അഭിമാനിക്കാം. ലോകത്തിന്റെ മുന്നിൽ മതേതരത്വത്തിനും മനുഷ്യസ്നേഹത്തിനും പേരുകെട്ട നാടാണ് കേരളമെന്ന് അഭിമാനിക്കാൻ നമുക്ക് എല്ലാവർക്കും. ഈ കുട്ടികളുടെ ധൈര്യം, ഇതുപോലെ തന്നെ പതിനായിരക്കണക്കിന് ആൾക്കാർ ഇതുപോലെ സമ്മർദ്ദങ്ങൾക്കും അതേപോലെ തന്നെ ഭീഷണിക്കും വിധേയമായി അവിടെ കഴിയുകയാണ്. ഓക്കെ, കേരളം ജീവിക്കാൻ പറ്റിയ സ്വർഗമാണോ നമ്മൾ ഈ പറയുന്ന കേരള സ്റ്റോറിലൊക്കെ പറയുന്ന പോലെയാണോ? അതോ അതെല്ലാം നമ്മൾ തെളിയിക്കുകയല്ലേ? കേരള സ്വർഗം തെളിയിക്കുകയല്ലേ? അതെ, കേരള സ്വർഗമാണ് തെളിയിക്കുകയാണ്. എന്തായാലും
കേട്ടല്ലോ, ദ റിയൽ കേരള സ്റ്റോറി എന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇത് കേരള സ്റ്റോറിയാണോ? നമ്മുടെ കേരളം ഇങ്ങനെയാണോ? നമ്മുടെ കേരളം ഇങ്ങനെയാണോ ആകേണ്ടത്? ശൈശവ വിവാഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കേരളത്തിന് പോകേണ്ടത്. കാരണം 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 18 വയസ്സാക്കി കാണിച്ച് വിവാഹം നടത്തി കൊടുത്ത തെറ്റ് തന്നെയാണ്. എന്നാൽ തെറ്റ് സമ്മതിക്കാൻ ഇവർക്കൊട്ടും കഴിയുകയില്ല. അതിന് പകരം 18 വയസ്സായെന്നുള്ള രേഖ തന്നെ കെട്ടിച്ചമച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടെ പിടിമുറുകിയത്. മധ്യപ്രദേശിലെ പോലീസുകാർ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ പിടിമുറുകിയത്. ആ പിടിമുറുക്കുന്നവർക്ക് മുന്നേ മനസ്സിലാക്കിയത് കൊണ്ടാണ് വ്യാജരേഖ ചമച്ച് ഇവർ കൊടുത്തത്. ഇതൊന്നാമത്തെ കള്ളം. ഇനി രണ്ടാമത്തെ ഗോവിന്ദമാഷ് സംസാരിച്ചിട്ടുണ്ട് ഈ വിവാഹം നടത്തി കൊടുത്തതിന് ശേഷം. അതുകൂടി നമുക്ക് കേട്ടിട്ട് വരാം വീഡിയോയിലേക്ക്. രണ്ട് സ്വതന്ത്ര വ്യക്തികൾ എന്ന നിലയിൽ അവർ വിവാഹിതരാകുന്നു എന്ന് കണ്ടാൽ മതി. രണ്ട് സ്വതന്ത്ര വ്യക്തികൾ എന്ന രീതിയിൽ അവർ വിവാഹിതരാകുന്നു. മഹാരാഷ്ട്രയിലുള്ള ചെറുപ്പക്കാരനും മധ്യപ്രദേശിലുള്ള യുവതിയും അവർ രണ്ടുപേരും വിവാഹിതരാകാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സ്ഥലം ഏതാണ് എന്നത് സംബന്ധിച്ച് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, അത് കേരളമാണ്. അങ്ങനെ അവർ കേരളത്തിൽ വന്നു. കേരളത്തിലെത്തിയപ്പോൾ അവരുടെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരിവിടെ വന്നിട്ടാണ്, അതായത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഒരു ക്ഷേത്രം, പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രം എന്ന രീതിയിലാണ് ഇവിടെയും അവരെത്തിയിട്ടുള്ളത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതാണല്ലോ ശ്രീനാരായണ ഗുരുവിൻ്റെ ആപ്തവാക്യം. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് സർവ്വമത വിഭാഗങ്ങളിലും അങ്ങനെയാണ് ശ്രീനാരായണ ഗുരു വ്യക്തമായിട്ട് സർവ്വമത സമ്മേളനത്തിൽ പറഞ്ഞത്. വിവിധ പേരുകളുണ്ട്. അതെ, ഒരാണിനും ഒരു പെണ്ണിനും ഇഷ്ടമുള്ള ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനുള്ള അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ ആ അവകാശമുണ്ട്, അത് നിലനിൽക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇഷ്ടപ്പെട്ട ഒരു പ്രായപൂർത്തിയായ ഒരു പുരുഷന് പ്രായപൂർത്തിയാകാത്ത സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് തന്നെ ഒരു നിയമമുണ്ട്. അല്ലെങ്കിൽ 18 വയസ്സ് വരെ കാത്തു നിൽക്കണം. ഇതൊന്നും അറിയാതെയല്ലോ സർക്കാരിന്റെ മേൽനോട്ടത്തിലുള്ള ഈ മന്ത്രിമാരെ CPMലെ സഖാക്കന്മാരെ വിവാഹം നടത്തി കൊടുത്തത് അല്ലല്ലോ. അപ്പോൾ നിങ്ങളാണ് പ്രതിസ്ഥാനത്ത് എന്ന് അറിയാം. പക്ഷെ നിങ്ങളെ എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷിച്ചുകൊണ്ട് വരും, നിങ്ങൾക്കെതിരെ കേസ് വരില്ല എന്ന ഒരു അഹങ്കാരം നിങ്ങളിലേക്ക് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇതിന് നേതൃത്വം വഹിച്ചത് തന്നെ. നിങ്ങളൊന്ന് ഓർക്കണം. കാരണം ചൈൽഡ് മാരേജ് ആക്ട് നമ്മുടെ ഇവിടെ കുറ്റമാണ്. മലപ്പുറത്ത് തന്നെ 1, 2, 3 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങൾക്കെതിരെ പോക്സോ കേസ് ചുമത്തി അകത്താക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വി ശിവൻകുട്ടി മത്സരിച്ചതാണ്. ആ മത്സരിച്ച യോഗ്യത തന്നെ അയോഗ്യനാക്കേണ്ട കേസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പോക്സോ കേസാണ് ആൾക്കെതിരെ ചുമത്തേണ്ടിയിരിക്കുന്നത്. കാരണം വിവാഹത്തിന് കാരണവരായിട്ട്, അതായത് കുടുംബത്തിലെ മൂത്ത ആൾ കൈപിടിച്ച് കൊടുക്കുന്ന രീതിയിലാണ് അദ്ദേഹം വന്ന് സംസാരിച്ചത്. ഇനി റഹീമുണ്ട്, പുള്ളിക്കാരൻ കേരള സ്റ്റോറി എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിക്കും കേരള സ്റ്റോറി ഇങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൊങ്കാലിട്ട വേശ്യയുടെ കേരള സ്റ്റോറി അത് ഇവരെന്താ പറയാത്തത്? അത് ഇവർ പറയില്ല. അപ്പൊ ചിലയിൽ മാത്രമേ കേരള സ്റ്റോറി ഉള്ളൂ. ഈ നവോത്ഥാനവും പുരോഗമനവാദവും ഒക്കെ പറഞ്ഞു വരുന്നവർക്ക് ഇതൊന്നും അത്ര ദഹിക്കത്തില്ല. പക്ഷേ ഈ നവോത്ഥാനവും പുരോഗമനവാദവും ഒക്കെ നല്ലതാണ്. ഒരു കാര്യം ആലോചിക്കണം. 18 വയസ്സ് പോലും ആകാത്ത പെൺകുട്ടീനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കേരളത്തിലുള്ളവർ എല്ലാവരും സ്വീകരിക്കും, അതിഥി ദേവോ ഭവ എന്ന് വിചാരിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടീനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് മാതൃകയാക്കിയ ഈ സർക്കാർ കേരളത്തെ തന്നെ അപമാനിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്? ആ അമ്മയുടെ വാക്കുകൾ തന്നെ കേട്ടു നോക്കൂ. ആ അമ്മ ഉറക്കെ പറയുന്നുണ്ട്, കുട്ടിക്ക് 18 വയസ്സായിട്ടില്ല, 16 വയസ്സേ ആയിട്ടുള്ളൂ. സ്വന്തം അമ്മയുടെ വാക്കുകളേക്കാൾ വലുതാണോ ഇന്നലെ ചമച്ചുണ്ടാക്കിയ വ്യാജരേഖ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഷൂട്ടിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞ് സ്വന്തം കുഞ്ഞിനെ കൊണ്ടുവരിക, ഒരു ലവ് ട്രാപ്പിലൂടെ കൊണ്ടുപോവുക. ഇത് ലവ് ജിഹാദാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലേക്ക് സംശയിക്കേണ്ട പോലീസുകാരാണ്, അവരെ ഡ്യൂട്ടി ചെയ്യട്ടെ. പക്ഷെ നമുക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഈ കേരളം എന്ന ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ഇപ്പോൾ അയൽ സംസ്ഥാനത്ത് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ അതിഥികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ വിശേഷിപ്പിച്ചത് വേറെ ആരുമല്ല, ഇതേ പിണറായി സർക്കാർ തന്നെയാണ് അവരെ നമ്മൾ അതിഥികളായിട്ട് കാണുന്നവരെ. ആ അതിഥികൾ പതുക്കെ ഇവിടെ ജോലിക്ക് ചെയ്ത് വന്നു. ഇപ്പൊ അതിഥികൾ എന്താ, അവിടെ കല്യാണം നടത്തി കൊടുക്കില്ല, ഉടനെ അതിഥികൾ ഇവിടെ കല്യാണം രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്ഥലമാക്കി കേരളത്തെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതൊരു മൊണാലിസ ആയി കഴിഞ്ഞു മറ്റൊരു മൊണാലിസമാര് വരുമോ എന്ന് ആർക്കറിയാം? അപ്പോഴും ഈ സർക്കാർ കൊടപിടിക്കുമോ എന്ന് ആർക്കറിയാം? നമുക്കറിയേണ്ടത് ഒരു കാര്യം മാത്രമാണ്, ചൈൽഡ് മാരേജ് ആക്ട് തെറ്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ തെറ്റാര് ചെയ്താലും തെറ്റാണെന്ന് സമ്മതിക്കണം. അതിപ്പോ മന്ത്രി ആയാലും ശരി, ഏത് സഖാവാണെങ്കിലും ശരി, ഏത് പാർട്ടിയിലെ നേതാവാണെങ്കിലും ശരി. അപ്പോൾ ഈ പ്രതിസ്ഥാനത്ത് ഈ മൊണാലിസയുടെ ഭർത്താവായ ഫർഹാൻ ഖാൻ മാത്രമാണോ തെറ്റുകാരൻ? നിങ്ങൾ തന്നെ ചിന്തിക്കൂ. റഹീം തെറ്റുകാരനാണ്, ശിവൻകുട്ടി തെറ്റുകാരനാണ്, ഗോവിന്ദമാഷ് തെറ്റുകാരനാണ്. എന്തുകൊണ്ട് ഈ 3 പേർക്കും, ഈ 3 പേരുടെ പേരും
ഈ ഫർഹാൻ ഖാനെ പോലെ എടുത്തു പറയുന്നില്ല? എന്തേ? ഈ 3 പേരെ പ്രതികളല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ 3 പേരും പ്രതികൾ തന്നെയാണ്. വിവാഹം നടത്തിക്കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നത് കുറ്റം തന്നെയാണ്. കാർമ്മികത്വം വഹിച്ചത് കുറ്റം തന്നെയാണ്. അതേപോലെ തന്നെ താലി എടുത്തു കൊടുത്ത ആ അമ്പലത്തിലെ കമ്മിറ്റിക്കാരുൾപ്പെടെ, അമ്പലത്തിലെ നമ്പൂതിരിമാരുൾപ്പെടെ, പൂജാരി ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാർ തന്നെയാണ്. കാരണം തെറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരെയാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ അവർക്ക് കൊടുക്കേണ്ടത്. കാരണം അവരിങ്ങോട്ട് കയറി വന്നു. എന്നാൽ ആ സമയത്ത് വന്നൊരു വിവാദം ഉണ്ടായത് പോലീസുകാര് കറക്റ്റ് ഈ കുട്ടിക്ക് 18 വയസ്സായോടെന്ന് വിളിച്ച് ഉറപ്പ് വരുത്തിയിട്ടാണ് വിവാഹം നടത്തി കൊടുത്തതാണ് പറയണേ. അങ്ങനെയാണെങ്കിൽ ആ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ പ്രതികളല്ലേ? ആ പോലീസുകാർക്ക് എങ്ങനെയാണ് ഈ കുട്ടിയുടെ 18 വയസ്സുള്ള രേഖ കിട്ടിയത്? 16 വയസ്സുള്ള കുട്ടിയുടെ 18 വയസ്സുള്ള രേഖ ചമച്ചുണ്ടാക്കിയിട്ട് പോലീസുകാർ തന്നെ പറയുകയാണ് 18 വയസ്സായി, അതുകൊണ്ടാണ് ഞങ്ങൾ വിവാഹം കഴിപ്പിക്കാനായിട്ട് തയ്യാറായതെന്നാണ്. ഈ പോലീസുകാർക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവാഹം നടത്തി കൊടുക്കാനായിട്ട് കഴിഞ്ഞത്? യഥാർത്ഥ രേഖ അവർക്ക് കിട്ടിയിട്ടില്ല. 18 വയസ്സാവാത്ത കുട്ടിയുടെ 16 വയസ്സുള്ള കുട്ടിക്ക് 18 വയസ്സായിരുന്ന രേഖ കെട്ടിച്ചമച്ചിട്ട് തനിക്ക് വിവാഹപ്രായമായെന്ന് ആ കുട്ടി എടുത്ത് പറയുമ്പോൾ അതും ആ കുട്ടിയല്ല ശബ്ദിക്കുന്നത്, ആ കുട്ടിയുടെ കൂടെയുള്ള ഭർത്താവാണ് സംസാരിക്കുന്നത്. കുട്ടിക്ക് അറിയത്തില്ല, കാരണം കുട്ടിക്ക് അറിയാം 16 വയസ്സാണ് കുട്ടിയുടെ പ്രായം എന്നുള്ളത്. 16 വയസ്സുള്ള കുട്ടീനെ 18 വയസ്സുകാരേക്ക് പ്രഖ്യാപിച്ചതും പോരാ, കല്യാണവും കഴിച്ചിട്ട് കേരളത്തിൽ ഹണിമൂൺ നടത്തി കൊടുക്കുന്ന രീതിയാണ് ഇപ്പോഴത്തെ നമ്മൾ കണ്ടത്. ഇനി മറ്റൊരു സംഭവം, വേടന്റെ വിവാഹം നമ്മൾ പ്രഖ്യാപിച്ചു. വേടന്റെ വിവാഹത്തില് ആദ്യത്തെ കാര്യം എടുത്ത് ക്ഷണക്കത്തെടുത്ത് പറഞ്ഞത് ഇതേ ഗോവിന്ദ മാഷ് തന്നെയാണ്. അപ്പൊ എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം, സഖാക്കന്മാരുടെ പണി നടന്നത് ഇപ്പൊ വിവാഹത്തിന് ക്ഷണക്കത്ത് കൊടുക്കുന്നതും വിതരണം ചെയ്യുന്നതും ആണോ? അല്ല, പണ്ടൊക്കെ സഖാക്കന്മാരുടെ പണി നവോത്ഥാന പുരോഗമനവാദമാണ്. ഇപ്പോഴത്തെ നവോത്ഥാനത്തിന്റെയൊക്കെ ഒരു കണക്ഷൻ തിരിഞ്ഞു പോയെന്നാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത്. അടുത്തടുത്ത് ഇത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഇനി മറ്റൊരു മൊണാലി സവാലും ഇനി മറ്റൊരു ഫർഹാൻ ഖാനും ഒക്കെ വരുമോ എന്ന് ആർക്കറിയാം. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ വൈറൽ താരം ഇപ്പോൾ ആകെപ്പാടെ പെട്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് നീതി ലഭിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളൂ. ഫർഹാൻ ഖാനെതിരെ പീഡന കുറ്റം വരെ ആരോപിച്ചിട്ടുണ്ട്. കാരണം 18 വയസ്സാവാത്ത കുട്ടീനെ വിവാഹം കഴിച്ചതും പോരാ,